നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉദ്യോഗാർത്ഥികളുടെ ഭാവി തകർക്കുന്ന PSC അഴിമതികൾക്കെതിരെ യുവമോർച്ചയുടെ മാർച്ച്. ജലപീരങ്കി പ്രയോഗം, പ്രവർത്തകർ അറസ്റ്റിൽ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന കാട്ടാന ശല്യം കുറയ്ക്കാൻ അതിർത്തി തെളിയിക്കുന്ന പണികൾ വൈസ് പ്രസിഡന്റ് മിനി റജി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി. പുറ്റൂരിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വീടിന്റെ ഡ്രസ്സ് പൂർണ്ണമായും പറന്നുപോയി. ദേശീയ കർഷക തൊഴിലാളി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ഉദ്യോഗാർത്ഥികളുടെ ഭാവി തകർക്കുന്ന PSC അഴിമതികൾക്കെതിരെ യുവമോർച്ചയുടെ മാർച്ച്. ജലപീരങ്കി പ്രയോഗം, പ്രവർത്തകർ അറസ്റ്റിൽ. ഉദ്യോഗാർത്ഥികളുടെ ഭാവി തകർക്കുന്നു എന്നാരോപിച്ച് PSCയിലെ അഴിമതികൾക്ക് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് യുവമോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച PSC ഓഫീസ് മാർച്ച് സംഘർഷഭരിതമായി. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് V. മനുപ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. PSC എന്ന സ്ഥാപനത്തെ ദുരുപയോഗം ചെയ്ത് യുവജനങ്ങളുടെ വിശ്വാസം തകർക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അഴിമതിയിൽ ആരോപണം നേരിടുന്ന PSC ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ രാജിവെച്ച് സ്വതന്ത്ര അന്വേഷണം നേരിടണമെന്നും V. മനുപ്രസാദ് ആവശ്യപ്പെട്ടു. PSCയിലുള്ള യുവജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും സുതാര്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വജ്ജിമല, സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ നന്ദിക്കര, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, NR റോഷൻ എന്നിവർ പ്രസംഗിച്ചു. യുവമോർച്ച ഭാരവാഹികളായ അഞ്ജലി ഇടക്കാട്ടിൽ, കാളിദാസ്, ഹരി, വിഷ്ണു പുതുക്കാട്, അമൃത്, ശ്രീജിത്ത് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. PSC ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് PSC ഓഫീസിൽ റീത്ത് സമർപ്പിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നീതി ഉറപ്പാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് പറഞ്ഞു. ജില്ലാ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഹരി തുടങ്ങി പാർട്ടിയുടെയും യുവമോർച്ചയുടെയും നേതാക്കളെ, പ്രവർത്തകരെ എല്ലാവർക്കും ഉചിതമായി നമസ്കാരം. എന്തിനാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനമെമ്പാടും PSC ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ PSC എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ യുവാക്കളുടെ പ്രതീക്ഷയാണ്. കേരളത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്ന യുവതീയുവാക്കളായിട്ടുള്ള ആളുകൾക്ക്, അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇടം ഇന്ന് നിലനിൽക്കുന്നത് PSC മാത്രമാണ്. കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഭരണകൂടങ്ങളുടെ ഭരണ നൈപുണ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ ഉൾപ്പെടെ എല്ലാ തൊഴിൽ സാധ്യതകളും അടച്ചുപൂട്ടിയിരിക്കുന്ന സാഹചര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ PSC മാത്രമാണ് കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിർദ്ധരായിട്ടുള്ള കുട്ടികൾ ഇന്നും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന കാട്ടാന ശല്യം കുറയ്ക്കാൻ അതിർത്തി തെളിയിക്കുന്ന പണികൾ വൈസ് പ്രസിഡന്റ് മിനി റജി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡ് പഴവെള്ളച്ചാലിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലം ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ സമിതി കൺവീനർ ബാബു പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഉണ്ണികൃഷ്ണൻ, PS അഖിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം റജി പുറ്റാനിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ 7, 8, 9, 10 വാർഡുകളിലെ വനാതിർത്തികളിലെ കാടുകളാണ് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ, ജനകീയ സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടെ വൃത്തിയാക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലെ മലയോര പ്രദേശങ്ങളിൽ ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് വനാതിർത്തിയിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്ന പണികൾ ആരംഭിച്ചത്. ഇത്തരം പണികൾ മൂലം വനാതിർത്തികൾ വ്യക്തമായി തിരിച്ചറിയുന്നതിനും ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒരു പരിധിവരെ തടയുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനും കഴിയും. ജനവാസ മേഖലയിൽ ആന സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലങ്ങൾ പ്രദേശവാസികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരമാണ് പണികൾ നടത്തുന്നത്. ശല്യം നമുക്ക് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ആന വരുമ്പോൾ PRTകൾക്ക് നോക്കുമ്പോൾ അവിടെ ആനയുണ്ടെന്ന് അറിഞ്ഞത് കാട്ടിലേക്ക് പായിക്കാനുള്ള വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാട് വെട്ടിത്തെളിക്കുന്നത്. കൂടുതൽ വലിയ വിവരങ്ങളൊന്നും പറഞ്ഞ് നമ്മുടെ സമയം നമ്മൾക്ക് പ്രസംഗമോ അതൊന്നല്ല, നമ്മുടെ പ്രവൃത്തിയാണ് നമുക്ക് വലുത്. നമ്മൾ വാക്കിലല്ല പ്രവൃത്തിയിലാണ് ജനങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് എടുത്ത തീരുമാനപ്രകാരം നമ്മൾ ഈ ഭാഗത്ത് കാടുകൾ വനത്തോട് ചേർന്നുള്ള കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അടിക്കാടുകൾ വെട്ടി ആനയും മറ്റുള്ള വന്യജീവികളും വന്ന് ഇറങ്ങിയാൽ അത് കണ്ടെത്താനും അതിനെ ശീഘ്രമായി നമ്മൾ തുറത്തി കാട്ടിലേക്ക് കയറ്റിവിടാനും RRTയും നമ്മുടെ PRT പോലുള്ള നമ്മുടെ ബ്ലോക്ക് മെമ്പർ വന്നിട്ടുണ്ട്. നമ്മളെ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള അടിക്കാടുകളെ പൂർണ്ണമായി വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ആന പോലുള്ള ഇത് നമുക്ക് അവിടെ നിൽക്കാനുള്ള ഒരു അവസരം ഇല്ലാതാകുകയും പിന്നെ അത് തിരിച്ചു പോകാനുള്ള നമുക്കും ഇപ്പോൾ ഈ സൈഡ് ഇപ്പോൾ റോഡാണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വഴി യാത്രക്കാരെ നടന്നു നോക്കുക. തൊട്ടടുത്ത് ആനയോ എന്തെങ്കിലും നിന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പൊന്തക്കാടുകളാണ് ഈ ഭാഗത്തുള്ളത്. അതെല്ലാം തന്നെ നമ്മുടെ വളണ്ടിയറായിട്ട് ഇത് ഒരു നമ്മളെല്ലാം ഒരു സേവനമായി എടുത്തുകൊണ്ട് ഞങ്ങളും നിങ്ങളും കൂടിയിട്ട് നമ്മളതിനെ വെട്ടി ക്ലിയറാക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചത്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ MLA അവരുടെ തീരുമാനപ്രകാരം യോഗത്തിൽ തീരുമാനമെടുത്തു. അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് നമ്മുടെ വൈസ് പ്രസിഡന്റാണ്. അതിനുള്ളിലേക്ക് കടന്നു പോകാൻ പാകത്തിന് ഒരു വഴി ഒരുക്കുന്നൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് മേളിലുള്ള കാടുകൾ നമുക്ക് വീശി ഒന്ന് വെട്ടി അങ്ങനെ തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി. കുറ്റൂരിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വീടിന്റെ ട്രസ് പൂർണ്ണമായും പറന്നുപോയി. മരങ്ങളും കടപുഴകി വീണു. ചൊവ്വാഴ്ച രാത്രി 10:40 കോലഴി പഞ്ചായത്തിലെ കുറ്റൂർ തവളക്കുളം ഭാഗത്ത് അതിശക്തമായ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്. വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ചിറ്റത്തുപറമ്പിൽ ഗോപാലന്റെ വീടിന്റെ ഇരുമ്പ് ഷീറ്റുകൾ മെഞ്ഞ ട്രസ് പൂർണ്ണമായും പറന്ന് അടുത്ത പറമ്പിൽ വീണു. ഏകദേശം 100 മീറ്ററോളം അകലത്തിലാണ് ഷീറ്റുകൾ പറന്നുപോയത്. ഗോപാലനും പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബം വീടിനകത്തുണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ട് കുട്ടികൾ പേടിച്ച് നിലവിളിച്ചു. സമീപത്തെ മരങ്ങളും കടപുഴകി വീണു. ഭാഗ്യവശാൽ ആളപായങ്ങളൊന്നും ഉണ്ടായില്ല. ഏകദേശം 5 ലക്ഷം രൂപ മുടക്കിയാണ് 2000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ട്രസ് പണി തീർത്തിരിക്കുന്നത്. ശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴയും പെയ്തിരുന്നു. ദേശീയ കർഷക തൊഴിലാളി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BKMU സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് സമരം ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക, തൊഴിലുറപ്പ് ദിനങ്ങൾ 200 ആക്കുക, കൂലി 700 രൂപയായി വർദ്ധിപ്പിക്കുക, BBG റാംജി പദ്ധതി പിൻവലിക്കുക, ദേശീയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 6000 രൂപയായി വർദ്ധിപ്പിക്കുക, ഭൂരഹിതർക്ക് ഭൂമി നൽകുക, SC/ST കുടുംബങ്ങൾക്ക് വീടും ഭൂമിയും നൽകുക എന്നീ ആവശ്യങ്ങൾ മാർച്ചിൽ ഉന്നയിച്ചു. BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KV ഇന്ദുലാൽ, PS ജയൻ, KC ശിവരാമൻ, MR സോമനാരായണൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിൻ ചന്ദ്രൻ, MA വേലായുധൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നജീറ നൂറുദ്ദീൻ, KK സുധീർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TC മോഹൻ, CM ഷീജൻ, സജീവൻ മാക്കോത്ത്, ഷംസു ഗുരുവായൂർ, PV സുധീർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ കൂടിയ ഓർമ്മകൾ അതിലുണ്ട്. 2004 ഒന്നാം ഗവൺമെന്റിന് പിന്തുണ കൊടുത്തപ്പോൾ ആ ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ ഈ മന്ത്രിസഭയിൽ അംഗങ്ങളാകും. സ്ഥാനങ്ങളും 8 സഹമന്ത്രി സ്ഥാനവുമാണ് ഇടതുപക്ഷത്തിന് വാഗ്ദാനം ചെയ്തത്. പക്ഷെ ഇടതുപക്ഷം ജീവിതത്തിൽ എന്തെങ്കിലും ഗുണപ്രദമായി അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ലക്ഷക്കണക്കിനും ഏതാണ്ട് പഴയകാല ജന്മി കുടിയാൻ അവസ്ഥ പോലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ജീവിക്കുന്ന, ജീവിത സുരക്ഷയില്ലാത്ത, സ്വന്തമായി വീടില്ലാത്ത, സ്വന്തമായി മറ്റൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് അവരെ ഈ പറയുന്ന അടിമത്തത്തിൽ നിന്ന് ഒന്നല്പം അവരെ മോചിപ്പിക്കാൻ, ഒരു വർഷം 100 തൊഴിലെങ്കിലും കൂലിപ്പണിയെങ്കിൽ കൂലിപ്പണി 100 തൊഴിലെങ്കിലും ലഭിക്കാവുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടത്. നടത്തറ തിരുഹൃദയ ദേവാലയത്തിന്റെ ശതാബ്ദി, 1 കോടിയുടെ ധനസഹായം, പണിതത് 10 വീടുകൾ. തിരുഹൃദയ ദേവാലയത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി പണിത് നൽകിയത് 10 വീടുകൾ. നിർധന കുടുംബങ്ങൾക്കാണ് സൗജന്യമായി കിടപ്പാടം ഒരുക്കിയത്. 80 ലക്ഷം രൂപയാണ് ചിലവിട്ടത്. നിർധന കുടുംബങ്ങളായ 28 പേർക്ക് വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തി 20 ലക്ഷം രൂപയോളം ചിലവിട്ടു. ജാതിമത വ്യത്യാസമില്ലാതെയാണ് സഹായം നൽകിയത്. നടത്തറ മേഖലയിലെ കുടുംബങ്ങൾക്കാണ് പള്ളിയുടെ ശതാബ്ദി ആശ്രയമായത്. ഇടവകയിൽ വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ചതാണ് തുക. 10 വീടുകളുടെ സമർപ്പണം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും. വ്യാഴാഴ്ച രാവിലെ 8:30 സമർപ്പണം. 2022 മുതൽ 2026 വരെ നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. 38 കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞതായി നടത്തറ തിരുഹൃദയ പള്ളി വികാരി ഫാദർ നോബി അമ്പൂക്കൻ പറഞ്ഞു. ഇനിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സഹവികാരി ഫാദർ ആൽബിൻ ചൂണ്ടൽ, ട്രസ്റ്റി അംഗങ്ങളായ തോമസ് നെല്ലിശ്ശേരി, തോമസ് മുണ്ടൻമാണി, സോജൻ ചെമ്പകശ്ശേരി, ലെനിൻ തട്ടിൽ തുടങ്ങിയവർ പറഞ്ഞു. പോൾസൺ നെല്ലിശ്ശേരി, ബിനു പാലോക്കാരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. ഇരിങ്ങാലക്കുട രൂപത സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന കുടുംബ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. റവറൻ ഫാദർ പ്രീജോ പാറയ്ക്കൽ ആശംസ പറഞ്ഞു. റവറൻ ഫാദർ ഡോക്ടർ നിബിൻ കുരിശിങ്കൽ, ജോയ്സി മേരി ആന്റണി തുടങ്ങിയവർ വിവിധ ക്ലാസുകൾ നയിച്ചു. മോൺസിഞ്ഞോർ ആന്റു ആലപ്പാടൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഭക്ഷണ വിതരണവും കൾച്ചറൽ പ്രോഗ്രാമും സംഘടിപ്പിച്ചു. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പാവപ്പെട്ട യാചകനായിട്ടുള്ള മനുഷ്യന് അവനോടൊരു സുഖാന്വേഷണമൊക്കെ ചോദിക്കാറുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. പാപ്പ പറഞ്ഞു, കരുണയോടുകൂടെ സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, പാവപ്പെട്ടവരെ നിങ്ങൾ കാണുന്നെങ്കിൽ അവരുടെ മുഖത്ത് നിങ്ങൾ ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് കഴിയും. മരുഭൂമിയിൽ നമ്മൾ എവിടെയാ ജീവിക്കുന്നത്? മരുഭൂമിയില്. ഈ മരുഭൂമിയില് ചൂട് കാലാവസ്ഥയില് ദിവസങ്ങളോളം നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കിട്ടിയില്ല എന്ന് വരും, വെള്ളം കിട്ടിയില്ല എന്ന് വരും. അപ്പോ നമ്മളെ കാക്കുന്നത് നമ്മുടെ പുറത്തുള്ള ഈ മുഴയിൽ സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവം തന്നിട്ടുള്ള അനുഗ്രഹമാണ് ഈ ഭാരം. കുഞ്ഞിന് ഒത്തിരി സന്തോഷമായി. നമുക്ക് വലിയ ഭാരമാണെന്ന് കരുതിയിരുന്ന ഒരു കാര്യം ദൈവത്തിന്റെ കരുതലാണ് എന്ന് കുഞ്ഞിന് മനസ്സിലായി. അപ്പൊ കുഞ്ഞ് വീണ്ടും ചോദിച്ചു, അമ്മ എനിക്ക് മറ്റൊരു സംശയമുണ്ട്. നമുക്ക് മാത്രം എന്താ
അതാണ്, ശരീരത്തിന് ചേരാത്ത രീതിയിലുള്ള കാലുകൾ ദൈവം തന്നേക്കണേ. കണ്ടില്ലേ, ശരീരത്തിന് വല്ല മാച്ച് ചെയ്യണ കാലാണോ, നീണ്ടു മെലിഞ്ഞ് ഉള്ള കാലാണ് ഈ ഒട്ടകത്തിനുള്ളത്. അപ്പൊ കുഞ്ഞിനതൊരു അസഹിഷ്ണുതയായിട്ട് തോന്നി. അപ്പൊ അമ്മ വീണ്ടും പറഞ്ഞു, മോനെ നമ്മൾ എവിടെയാ ജീവിക്കുന്നത്? മീറ്റ് യുവർ കളക്ടർ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായി സംവദിച്ച് ജില്ലാ കളക്ടർ. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിലെ മികച്ച 25 വിജയികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് മീറ്റ് യുവർ കളക്ടർ പരിപാടി സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വായന അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വ്യക്തിത്വ രൂപീകരണത്തിലും നിർണായക പങ്കുവഹിക്കുമെന്ന് പറഞ്ഞു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുറച്ച് പുസ്തക വായന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും തിരക്കേറിയ ദിനചര്യക്കിടയിലും വായനയ്ക്കായി സമയം കണ്ടെത്തണമെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു. ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിതത്തിൽ മുന്നേറുന്നതിന്റെ ആവശ്യകതയും കളക്ടർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ചെറുപ്പം മുതൽ രൂപപ്പെട്ട വായനാശീലത്തെക്കുറിച്ചും തന്നെ സ്വാധീനിച്ച പുസ്തകങ്ങളെക്കുറിച്ചും പങ്കുവച്ചത് കുട്ടികൾക്ക് പ്രചോദനമായി. റീൽസ് മത്സരത്തിലെ വിജയികൾക്ക് മാതൃഭൂമി ബുക്സിന്റെ സഹകരണത്തോടെ പുസ്തകങ്ങൾ സമ്മാനിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും മാതൃഭൂമി ബുക്സിന്റെ റീജിയണൽ മാനേജർ വിനോദ് പി നാരായണനും ചേർന്നാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ സീറോ മലബാർ രൂപതയായ ഷിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന കൺവെൻഷനോടെ സമാപിക്കും. രൂപത അധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട് കൺവെൻഷന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കി. ഷിക്കാഗോ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാധ്യമ സമ്മേളനത്തിൽ അമേരിക്കയിൽ ഷിക്കാഗോ സെന്ററിൽ നടക്കുന്ന കൺവെൻഷനിൽ രൂപതയിലെ ഇടവകകളിൽ നിന്നായി 3000-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കും. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സീറോ മലബാർ സഭയുടെ ആത്മീയ നേതാക്കളും കൺവെൻഷനിൽ എത്തിച്ചേരുമെന്ന് മാർ ആലപ്പാട്ട് അറിയിച്ചു. ജൂലൈ 9, 10, 11, 12 തീയതികളിലാണ് കൺവെൻഷൻ. ഇതോടൊപ്പം രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ മെത്രാഭിഷേക ജൂബിലിയും ആഘോഷിക്കും. കൺവെൻഷന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. കർദിനാൾ മാർ ജേക്കബ് കൂവക്കാട്ട്, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത്, മാർ തോമസ് തറയിൽ, ബിഷപ്പ് മാർ ജോസഫ് കല്ലുവേലിൽ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രിയമുള്ളവരെ, അമേരിക്കയിലെ ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ അമരക്കാരനായിരിക്കുന്നത് തൃശ്ശൂർ സെന്റ് തോമസ് കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി മാർ ജോയ് ആലപ്പാട്ട് പിതാവാണ്. 73-75 കാലഘട്ടത്തിൽ ഇവിടെ പ്രീ ഡിഗ്രി പഠിച്ച അദ്ദേഹം പിന്നീട് വൈദ്യ പഠനത്തിന് ശേഷം ബിഷപ്പാവുകയും അമേരിക്കയിലെ ചിക്കാഗോ രൂപതയിലേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തു. ഈ രൂപത ബാലകൃഷ്ണനെല്ലാം പിന്നിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല രൂപതയായിട്ട് അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന് ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി ആയ ജോയ് ആലപ്പാട്ട് പിതാവിനും അതിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും സസ്നേഹം നേരുന്നു. കൂടാതെ ഈ കലാലയത്തിലെ USA ചാപ്റ്ററിൻ്റെ പേറ്റനായി കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കലാലയത്തിൽ പഠിച്ച് അമേരിക്കയിലും ചിക്കാഗോയിലൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സന്തോഷവും ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെ പഴക്കം ചെന്ന ഈ കലാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രഗത്ഭരായുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കോണ്ടിനെൻസിൽ കീഴടക്കി മുന്നോട്ട് പോകുന്നതിന് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി രജത ജൂബിലി മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. ഡോക്ടർ മാർട്ടിൻ കെ, പ്രിൻസിപ്പൽ, സെന്റ് തോമസ് കോളേജ്, ഓട്ടോണമസ്, തൃശ്ശൂർ. ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക്. പൂമല ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. അധിക ജലം പുറത്തേക്കൊഴുക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ ജില്ലയിലെ പൂമല ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്നുമുള്ള അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അനുമതി നൽകി. നിലവിൽ ജൂൺ 8 രാവിലെ 10:30 27.6 അടിയിലെത്തിയ ജലനിരപ്പ് 28 അടിയിൽ അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി രാവിലെ 10-നും വൈകിട്ട് 4-നും ഇടയിൽ ഷട്ടറുകൾ തുറക്കാനാണ് അനുമതി നൽകിയത്. ഡാമിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളം മലവായ് തോട് വഴി പുഴയ്ക്കൽ തോട്ടിലേക്കും എത്തിച്ചേരുന്നതിനാൽ മുളകുന്നത്തുകാവ്, കോലഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. പൂമല ഡാമിലെ അധിക ജലം ഒഴുകി വരുന്നത് മൂലം പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിലെ മത്സ്യബന്ധനത്തിനും കർശന വിലക്കുണ്ട്. ലോകമെങ്ങും ഫുട്ബോൾ ആവേശത്തിന്റെ ലഹരിയിൽ മുഴുകുമ്പോൾ പുത്തൂരിലെ പേരിടൽ ചടങ്ങും ഫുട്ബോൾ ആവേശത്തിലായി. അർജന്റീനയുടെ കടുത്ത ആരാധകരായ പുത്തൂർ കൈനൂർ സ്വദേശികളായ കുറുപ്പത്ത് വീട്ടിൽ സന്തോഷ്, അശ്വതി ദമ്പതികൾ തങ്ങളുടെ ഇളയ കുട്ടിയുടെ പേരിടൽ ചടങ്ങാണ് വേറിട്ട രീതിയിൽ ആഘോഷിച്ചത്. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ മാതൃകയിൽ പ്രത്യേകം തയ്യാറാക്കിയ നെയിം ബോർഡിലായിരുന്നു കുഞ്ഞിന്റെ പേര് പ്രദർശിപ്പിച്ചത്. അർജന്റീന ജേഴ്സി അണിഞ്ഞ കുഞ്ഞിന്റെ ചിത്രവും അർജന്റീന ടീമിന്റെ പതാകയുടെ നിറത്തിലുള്ള ബലൂണുകളും ചടങ്ങിന് കൂടുതൽ ചാരുതയേകി. അങ്ങേയറ്റം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷത്തിൽ കുഞ്ഞിന് സായ എന്ന പേര് നൽകി. പുത്തൂർ കുറുപ്പത്ത് വീട്ടിലെ സന്തോഷും അശ്വതിയും തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഈ വ്യത്യസ്തമായ മാർഗം ഇതിനകം സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ദേശീയപാത ചുവന്ന മണ്ണിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ വയോധിക മരിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്ന മണ്ണിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രക്കാരിയാണ് മരിച്ചത്. പൂവഞ്ചിറ ചീരകത്തോട്ടത്തിൽ 76 വയസ്സുള്ള ജോയ്സി ജേക്കബാണ് മരിച്ചത്. ഇന്ന് രാവിലെ ചുവന്ന മണ്ണിൽ ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്ന ജോയ്സി ജേക്കബിനെയും ഇവരുടെ സഹോദരി തകരേരിൽ കുഞ്ഞമ്മ ഏലിയാസിനെയും കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഉച്ചയ്ക്ക് 2:30 ജോയ്സി മരണപ്പെടുകയായിരുന്നു. കുഞ്ഞമ്മ ഏലിയാസ് ഗുരുതര പരിക്കുകളോടെ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജ്മെന്റ് ജാഗ്രത പാലിക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ KSEB ലിമിറ്റഡിന്റെ തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജ്മെന്റ് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷിറാസ് ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒട്ടനവധി വനിതകൾ കടന്നുവരുന്ന ഒരു തൊഴിൽ മേഖലയാണ് വൈദ്യുതി മേഖല.
ഈ മേഖലയിൽ വനിതാ ജീവനക്കാർ അനുഭവിച്ചിരുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും മാനേജ്മെന്റിൽ ഇടപെട്ടുകൊണ്ട് തന്നെ തിരുത്തൽ വരുത്താനും വർക്കേഴ്സ് ഫെഡറേഷൻ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷയും ജീവിത ജോലി സമതുലനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പ്രഭാഷണം നടത്തി. വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ശൈലിഷ്, ജില്ലാ സെക്രട്ടറി CS രമേഷ് കുമാർ, CD ജോമി, അരുന്ധതി MB, MK ഷീജ, പ്രിയ കണ്ണദാസൻ, സംഗീത VB എന്നിവർ സംസാരിച്ചു. ജില്ലാ കൺവീനറായി സംഗീത VBയെ തെരഞ്ഞെടുത്തു. മീൻ കയറ്റി വന്ന പിക്കപ്പ് വാൻ നിർത്തിയിട്ട ചരക്ക് ലോറിയിൽ ഇടിച്ച് അപകടം, ഒരാൾ മരിച്ചു. മീൻ കയറ്റി വന്ന പിക്കപ്പ് വാൻ നിർത്തിയിട്ട ചരക്ക് ലോറിയിൽ ഇടിച്ച് അപകടം, ഒരാൾ മരിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത പന്തലാമ്പാടത്താണ് മീൻ കയറ്റി വന്ന പിക്കപ്പ് വാൻ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയുടെ പുറകിലിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പാലക്കാട് സ്വദേശി 42 വയസ്സുള്ള അൻവറാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ പാലക്കാട് സ്വദേശികളായ 22 വയസ്സുള്ള മുഹമ്മദ് ആസിഫ്, 21 വയസ്സുള്ള മുനീർ എന്നിവരെ വാണിയമ്പാറയിലെ 108 ആംബുലൻസിൽ ഇരട്ടക്കുളത്തുള്ള അസീസിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പുതുനഗരത്തിൽ നിന്നും തൃശൂരിലേക്ക് മീൻ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാൻ ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നു. പിക്കപ്പ് വാനിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെ പുറത്തെടുത്തത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ അൻവർ ആശുപത്രിയിലെത്തി കുറച്ചു നേരത്തിന് ശേഷം മരണപ്പെടുകയായിരുന്നു. വാഹനത്തിലെ ലൈനറാണ് അൻവർ. വടക്കഞ്ചേരി പോലീസും ഹൈവേ റിക്കവറി വിങ്ങും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒൻപത് കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. 9 കുപ്പി മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയതിന് കൈമളംകുന്ന് വടക്കേത്തറ സ്വദേശി ദിലീപ് എന്നയാളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവും സംഘവും ചേർന്ന് പിടികൂടി. ഇതുകൂടാതെ വടക്കാഞ്ചേരി കിള്ളിമംഗലത്ത് നിന്നും 10 കുപ്പി വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ ഉതുവടി ദേശത്ത് ജയചന്ദ്രൻ എന്നയാളെയും പിടികൂടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി പ്രണയം നടിച്ച് ആഭരണവും ഫോണും തട്ടിയെടുത്ത് മുങ്ങിയ യുവതിയെ പിടികൂടി PG പോലീസ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് പ്രണയത്തിലായ യുവാവിനെ നേരിട്ട് കാണുവാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കബളിപ്പിച്ച് യുവാവിന്റെ കയ്യിൽ നിന്നും 4 പവന്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതിയായ പാവറട്ടി വെങ്കിടങ്ങ് സ്വദേശിനിയായ പണ്ടാറമേട് എടക്കാട്ട് വീട്ടിൽ ഹമീഷ ദാസ് എന്ന സ്ത്രീയാണ് PG പോലീസ് പിടികൂടിയത്. ചേലക്കര സ്വദേശിയായ യുവാവിനെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സ്ത്രീ PG ഡാമിൽ വെച്ച് നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും പിന്നീട് ഡാമിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് യുവാവിന്റെ കഴുത്തിൽ കിടക്കുന്ന 4 പവന്റെ സ്വർണ്ണമാല ഊരി ധരിക്കുകയും ഇത് എതിർത്ത യുവാവിനെ ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും കൈവശപ്പെടുത്തി മുങ്ങുകയായിരുന്നു. PG പോലീസിന് ലഭിച്ച പരാതിയിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പ്രതിയെ എറണാകുളം കടവന്ത്രയിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി.
പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. പാഴ്സൽ ലോറിയിൽ MDMA കടത്തുന്ന ലഹരി മാഫിയയുടെ പ്രധാന കണ്ണി കരയാമുട്ടം അജ്മലിനെ ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിലെ ചിക്കബെല്ലാപൂർ ജില്ലയിലെ പരേശാന്ധ്ര എന്ന സ്ഥലത്ത് വെച്ചാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാഴ്സൽ സർവീസിന്റെ മറവിൽ ഐഷർ ലോറിയിൽ അതിമാരക രാസലഹരി കടത്തിയ കേസിൽ മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയും തൃശൂർ, എറണാകുളം ജില്ലകളിലെ മയക്കുമരുന്ന് വിതരണം നടത്തുന്ന ആളുമായ പോക്കാക്കില്ലത്ത് വീട്ടിൽ 29 വയസ്സുള്ള അജ്മലാണ് അന്വേഷണ സംഘത്തിന്റെ ശാസ്ത്രീയമായ നീക്കത്തിനൊടുവിൽ വലയിലായത്. ജില്ലയിൽ ഓറഞ്ച് അലർട്ട്, ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. തൃശൂർ ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം, മണ്ണിടിച്ചിൽ, നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് എന്നിവ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നത് മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനാൽ നിർബന്ധമായും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ മുൻകൂട്ടി മാറ്റി താമസിപ്പിക്കേണ്ടതാണെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത, സംസ്ഥാനപാത, മറ്റ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണം. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. റോഡുകളിൽ കുഴികളോ മറ്റ് അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തരമായി അപകട സാധ്യത ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണം. രാത്രിയിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള റോഡുകൾ വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതിനായി ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി നടപ്പിലാക്കണം. വയൽ പ്രദേശം, മലയോരം, പുഴയുടെ തീരം, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളായി വിദഗ്ധ സമിതി കണ്ടെത്തിയ പ്രദേശങ്ങൾ തുടങ്ങിയ ദുരന്ത സാധ്യതാ മേഖലകളിൽ ഉള്ളവരെ ആവശ്യമെങ്കിൽ ഉടൻ തന്നെ മുൻകരുതലിന്റെ ഭാഗമായി ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറ്റിപ്പാർപ്പിക്കണം. ഉത്തരവിലുള്ള നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരും ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നവരും ദുരന്ത നിവാരണ ആക്ട് 2005 പ്രകാരമുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരായിരിക്കും. പോലീസിനെ കണ്ട യുവാവ് കഞ്ചാവ് കത്തിക്കാൻ ശ്രമിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ അഫ്സൽ പെപ്പയാണ് പിടിയിലായത്. പോലീസിനെ അപ്രതീക്ഷിതമായി കണ്ട പരിഭ്രാന്തിയിൽ കഞ്ചാവ് നശിപ്പിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. കൈവശമുണ്ടായിരുന്ന കഞ്ചാവ് പാക്കറ്റുകൾ ഇയാൾ വേഗത്തിൽ അടുപ്പിനുള്ളിലേക്ക് തള്ളുകയായിരുന്നു. അടുപ്പിൽ തീ ഉണ്ടായിരുന്നില്ലെങ്കിലും ചാരത്തിനുള്ളിൽ കനൽ ഉണ്ടായിരുന്നതിനാൽ അടുപ്പിൽ നിന്നും പുക ഉയരുകയും കഞ്ചാവ് കരിഞ്ഞ രൂക്ഷഗന്ധം വീടിനുള്ളിൽ പരക്കുകയും ചെയ്തതോടെ പോലീസിന് കാര്യം മനസ്സിലായി. തുടർന്ന് SIയും സംഘവും അടുപ്പിൽ നിന്നും കഞ്ചാവ് പൊതികൾ വീണ്ടെടുത്ത് ഇയാളിൽ നിന്നും കഞ്ചാവും ലഹരി വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും പോലീസ് പിടിച്ചെടുത്തു. പട്ടിക്കാട് പുത്തൻപറമ്പിൽ പാസ്റ്റർ PV തോമസ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ഭാര്യ പരേതയായ ശോശാമ, മക്കൾ റെജി, റോയ്, ജോൺ, ബിജു, പാസ്റ്റർ പ്രസാദ്, മരുമക്കൾ ഷൈനി, ഉഷ, മേഴ്സി, ബിന്ദു, സിന്ധു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്യോഗാർത്ഥികളുടെ ഭാവി തകർക്കുന്ന PSC അഴിമതികൾക്കെതിരെ യുവമോർച്ചയുടെ മാർച്ച്. ജലപീരങ്കി പ്രയോഗം, പ്രവർത്തകർ അറസ്റ്റ്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന കാട്ടാന ശല്യം കുറയ്ക്കാൻ അതിർത്തി തെളിയിക്കുന്ന പണികൾ വൈസ് പ്രസിഡന്റ് മിനി റജി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി. പുറ്റൂരിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വീടിന്റെ ഡ്രസ്സ് പൂർണ്ണമായും പറന്നുപോയി. ദേശീയ കർഷക തൊഴിലാളി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMUവിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.